മെയ്ദിനെ ആ ചെറിയ സ്പാനർ കിടക്ക് സ്പാനർ വാർത്താ സമ്മേളനത്തിനിടെ ബോഡി ഷേമിംഗ് നടത്തിയ യൂട്യൂബർക്ക് ചുട്ട മറുപടി നൽകി നടി ഗൗരി കിഷൻ. പേഴ്സണലായിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. ഭാരം എത്ര എന്ന വിവരം കിട്ട ചോദ്യത്തിന് അർഹിക്കുന്ന മറുപടി നൽകിയ ഗൗരിക്ക് സമൂഹ മാധ്യമങ്ങളിലും കയ്യടി. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? ചുമ്മാ അറിഞ്ഞിരിക്കാന്ന്. നീ ഇപ്പൊ അങ്ങനെ അറിയണ്ട. ബേസിക് റെസ്പെക്ട് കാണിക്കാമ എന്നെ വെച്ച് കത്തറിங்க நீங்க. വൃത്തികെട്ടവളെ, നിനക്ക് നാണല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ஆமா, அப்புறம் அப்படி ஒரு கேள்வி கேட்டா நான் அன்னைக்கு ஒண்ணும் சொல்லல சார். നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. சொல்றது every woman has a different body type. என்னோட பிரச்சனை உங்களுக்கு எப்படி தெரியும்? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. அது என்ன பத்தி கேட்டா சொன்னா எனக்கு ஒரு ஒபினியன் இருக்காதா? എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. കഴിവരുടെ മോനെ, നീ എന്താണ് വിചാരിച്ചേ? ஆமா, அதுக்கு நான் ஜீரோ சைடுல இருக்கணுமா? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. சரி, என்ன தப்பா? அது தப்புதான் சார். நீங்க பாடி ஷேம் தான் பண்ணீங்க, அது தப்புதான். വെറുതെ ഇല്ലാത്ത പറഞ്ഞ് നടന്നാലല്ലോ കുറിപ്പ് അവിട്ടി ചുമരുമ പറ്റിച്ചാൽ. നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ മീഡിയ മെഗലോമാനിയാക്സ് എന്നെ ബോഡി ഷേമിംഗ് ചെയ്യും. Like I would like to take this opportunity. இல்ல நான் மன்னிப்பலாம் கேட்க மாட்டேங்க. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. சார், நீங்க தான் மன்னிப்பு கேட்கணும். ഒരുത്തക്കേട് കാണിച്ചിട്ട് ന്യായം പറഞ്ഞു. നീ പറഞ്ഞാൽ എവിടെയാണ് ന്യായം? வெயிட் என்ன, அவங்கள எப்படி தூக்குனீங்க? நெக்ஸ்ட் நீங்க வேற என்னலாம் கேட்பீங்க நீங்க? അടിച്ചിട്ട് ചവിക്കുറ്റിയാൻ കളയും ഞാൻ. മലവെള്ളത്തിൽ ഒഴുകി വന്ന പട്ടിണി പിശാചുകളാ ഇവര്. இப்படி செக்ஷுவலைஸ் பண்றீங்க ஒரு ஃபீமேல் கேரக்டர்ல, அது எப்படி கரெக்ட்டா இருக்கும்? ബോഡി ഷേമിംഗ് ചെയ്യുന്ന പട്ടികളെ. என்ன அது நீங்க இங்கிலീഷ്ல கேட்டீங்க என்ன வெயிட்னு. என்ன எனக்கு தமிழ் தெரியாது, நான் இங்க தான் പഠിച്ചത്. തന്റെ ഗുമ്മിന്റെ അസുഖം എനിക്ക് മനസ്സിലായി. തനിക്ക് കിട്ടേണ്ടത് സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി മേലാൽ വിട്ടു. അവിടെ ഒന്നും വെച്ചേക്കല്ലേ. മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ.